ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി നമ്മൾ ഒരു ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്നിപ്പോൾ നല്ല മഴയാണ്, രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂർ നമ്മളെ വീട്ടിലുള്ളത്. അപ്പം ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, നല്ല മഴയൊക്കെ അല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അത്യാവശ്യം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചിമ്മിണി ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് ആ റൂട്ടിൽ ഇങ്ങനെ പോവുക ചെയ്യുന്നത്. എന്നിട്ട് അവിടുന്ന് വേറെ റൂട്ടിൽ ഇങ്ങോട്ട് വരിക ചെയ്യാം. അപ്പം നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ കൂടിയുള്ള വഴിയാണ്, നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്ത് നനഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ റോഡിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നേരെ മണ്ണമ്പെട്ട എന്ന് പറയുന്ന സ്ഥലത്തും തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന സ്ഥലത്ത് ആമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആമ്പല്ലൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആമ്പല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് നമ്മൾ ചിമ്മിണി ഡാമിലേക്ക് പോവുക. അപ്പം ആ റൂട്ടിൽ നേരെ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് മണ്ണമ്പേട്ട. പിന്നെ നിങ്ങൾക്ക് ആരൊക്കെങ്കിലും വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒരു അടിപൊളി റൂട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു റൂട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ആമ്പല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുക്കാതെ നേരെ കൊടകര പോവാം. കൊടകര പോയതിനു ശേഷം അവിടുന്ന് ചൊക്കന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറാം. ചൊക്കന എത്തിയതിനു ശേഷം അവിടുന്ന് നേരെ ചിമ്മിണി ഡാമിലേക്ക് ഉള്ള റൂട്ടിൽ പോവാം. അത് ഒരു അടിപൊളി റൂട്ടാണ്. പക്ഷെ കുറച്ചൊന്ന് ഈ ആമ്പല്ലൂരിൽ കൂടി വരുന്നതിനേക്കാളും ആമ്പല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും. അങ്ങനെ നേരെ പോയിട്ട് അതിലെ പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. പക്ഷെ റൂട്ട് അടിപൊളിയാണ്. ഇതാണ് മണ്ണമ്പേട്ട. അപ്പൊ ഈ റോഡ് നേരെ പോകുന്ന ചിമ്മിണി ഡാമിലേക്കാണ്. തൃശ്ശൂരൊക്കെ ഇന്ന് രാവിലെ മുതല് നല്ല മഴ കേട്ടോ. അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മഴ കാരണം പുറത്തേക്കൊന്നും പോയിട്ടില്ല. അവസാനം ഒരു 4 മണി ആയപ്പോഴാണെന്ന് പുറത്തിറങ്ങാന്നുള്ള ലെവലില് പോകുന്നത്. ഇപ്പോ ഇവിടുന്ന് ഇനി 23 കിലോമീറ്റർ ആണ് ചിമ്മിണി ഡാമിലേക്കുള്ള ദൂരം. ആമ്പല്ലൂരിനാവുമ്പോൾ ഏകദേശം ഒരു 26 കിലോമീറ്റർ 27 കിലോമീറ്റർ ഉണ്ടാവും. 30 കിലോമീറ്ററിന് താഴെയായിട്ടുണ്ടാവും ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിണി ഡാമിലേക്കുള്ള ദൂരം. അപ്രോക്സിമേറ്റ് ആയാ പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. വരന്തരപ്പള്ളി ടൗണാണ്, ബസാറാണ് ഇത്. ഇവിടെ ഒരു സ്കൂളും പള്ളിയും ഒക്കെ ആയിട്ട് അത്യാവശ്യം തിരക്കുള്ള ഒരു ബസാറാണ്. നമ്മളിവിടുന്ന് നേരെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത് അവിടേക്കാണ്. പാലപ്പള്ളിയിൽ നിന്ന് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചൊക്കന റൂട്ട് വഴി, വേണമെങ്കിൽ അല്ല, പാലപ്പള്ളിയിൽ നിന്ന് ചൊക്കന റൂട്ട് വഴി നമുക്ക് തിരിച്ച് കൊടകര എത്തി കൊടകരയിൽ നിന്ന് ഇങ്ങനെ പുൽക്കാടേക്ക് വരാൻ പറ്റും. അതായത് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. അപ്പോൾ ആ റൂട്ട് അങ്ങനെ പോകാൻ പറ്റും. അതായിരിക്കും നല്ലത്. ഡാമിൻ്റെക്ക് എന്തായാലും നമ്മൾ ഡാം പോകണില്ലല്ലോ. അപ്പോൾ പിന്നെ ഡാമിൻ്റെ അവിടെ വരെ പോകണ്ട. നമുക്ക് കുറേ ദൂരം ഈ ഡാമിൻ്റെ ഈ റൂട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതായിരിക്കും നല്ലത്. ഇപ്പം മഴ ഒന്ന് സ്ട്രോങ് ആയി വരുന്നുണ്ട് കേട്ടോ. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ വേലൂപ്പാട്, അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. സെന്റ് ജോസഫ് ഹോസ്പിറ്റലാണ് കാണുന്നത്. വേലൂപ്പാടത്തുള്ള വലിയ ബിൽഡിങ്ങൊക്കെയാണ്, അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ് തോന്നുന്നത്. അതിനോടടുത്ത് തന്നെ സ്കൂളും ഉണ്ട്. ബുർജൽ മന്തി, ഇവിടെ മന്തിന്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ബാമ്പുവിന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പ്. മൊത്തം ഒരു വൈബ് മാറി. കാടിന്റെ ഫീൽ പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡില് എന്തിന് ഇത്ര ചിമ്മിണി വൈൽഡ് ലൈഫ്, ചിമ്മിണി വൈൽഡ് ലൈഫ് ആട്ടോ ഇത്. നമ്മൾ കയറിയിരിക്കുന്ന റോഡ്. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള കാടാണിത്. ഈ റൂട്ടിൽ ചിലരൊക്കെ പറയുന്നതായിട്ടുണ്ട് ഞാൻ ആന ഇറങ്ങി അങ്ങനെയൊക്കെ. ഇടയ്ക്കൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്, ന്യൂസിലും അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇവിടെ ഒരു മരം വീണ് കിടക്കണം കേട്ടോ. കാറ്റമ്മാരി കാറ്റൊക്കെ അല്ല അടിക്കുന്നത്. ചെറിയൊരു മരമാണ്. ഈ സൈഡിൽ നെറ്റ് ഒക്കെ കെട്ടിയിട്ടുണ്ട്, കമ്പിവേലി കെട്ടിയിട്ടുണ്ട്.
മീൻസ് മൃഗങ്ങളൊന്നും റോഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കാട് തന്നെയാണ്, ഞാൻ വിചാരിച്ചത് കാടായിരിക്കില്ല. അത് ഇത് നേരെ പോകുന്ന ഈ റോഡ് നേരെ പോകുന്ന ചിമ്മിണി ഡാമിലേക്ക് തന്നെ കേട്ടോ. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മാന്നമംഗലം, വെള്ളാനിക്കോട് അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ മാപ്പ് ഉണ്ട്. പിന്നെ പീച്ചി ഡാമിലേക്ക് ഇതിലെ കയറി കഴിഞ്ഞാൽ പീച്ചി ഡാമിലേക്ക് പോകാൻ പറ്റും ഇവിടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ചിമ്മിണി ഡാം വിസിറ്റ് ചെയ്ത് ആരെങ്കിലും വേണമെങ്കിൽ ചിമ്മിണി ഡാം വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ പീച്ചി ഡാമിലേക്ക് പോകണമെങ്കിൽ ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ കുറച്ചൊരു ബസാർ എത്തിട്ടോ, ഷോപ്പൊക്കെ ആയിട്ടുള്ള. പക്ഷെ എന്നാലും ഇത് അവിടെ പെട്ടെന്നൊരു കാട്, പിന്നെ കുറച്ച് ചെറിയൊരു ബസാർ, അങ്ങനെയൊക്കെ. എന്തായാലും എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മഴയും പ്രത്യേക ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട്. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബസ് റൂട്ടുള്ള ഒരു ഇത് പുതുക്കാട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റാണ്. ഈ റൂട്ടിൽ ബസ്സുണ്ട്, കമ്പൈൻ ബസ്. കമ്പൈൻ എന്ന് പറഞ്ഞ ബസ്, തൃശ്ശൂരേക്ക് പോകുന്ന ബസ്, തൃശ്ശൂർ പാലപ്പള്ളി ബസ്സാണ്. അപ്പം ഈ റൂട്ടിൽ ബസ്സുണ്ട്. എവിടെ? ആ മഴവെള്ളല്ലേ, ഒഴുകിക്കോട്ടെ. ഹാരിസൺസ് മലയാളത്തിന്റെ റബ്ബർ എസ്റ്റേറ്റാണ് കാണുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ വേറെ ഏതോ ഒരു പേരോടെ വായിക്കാൻ പറ്റിയില്ല. നല്ല കട്ട മഴയാട്ടോ. ഏതായാലും നമ്മൾ മഴ കാണാൻ ആഗ്രഹിച്ചു വന്നു. മഴയത്ത് റൈഡ് ആഗ്രഹിച്ചു വന്നപ്പോൾ നല്ല മഴയുണ്ട്. മഴ പെയ്യണ്ടെന്ന് പറയാൻ മഴ പെയ്യാതിരിക്കും. ഇപ്പോൾ മഴയെ നിർത്താനോ അല്ലെങ്കിൽ മഴ പെയ്യിപ്പിക്കാനോ ഉള്ള ശക്തി നമുക്കില്ലല്ലോ. അപ്പോൾ മഴ പെയ്യാണെ പെയ്യട്ടെ, നമ്മൾക്കിപ്പോൾ എന്താന്നല്ല, നമ്മൾ ആ മഴ ഒന്ന് എൻജോയ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. പിള്ളത്തോട് പാലം. ആ പിള്ളത്തോട് പാലാണിത്. ഇവിടെ ഒരു പാലമുണ്ട്, പിള്ളത്തോട് പാലം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം മഴ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പിള്ളത്തോട് പാലത്തിന്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണായിരുന്നു. നല്ല മഴ ആയതുകൊണ്ടേ ജസ്റ്റ് ഇവിടെ വണ്ടി നിർത്താം. ആ പിള്ളത്തോട് പാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുഴയൊക്കെ ഉണ്ട് കേട്ടോ. ആഴ്ച നല്ല ഒഴുക്കുള്ള പുഴയാണ്. താഴെക്കൂടി ആ അടിപൊളി അല്ലേ? ഈ റൂട്ട് അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ മോളെ? നല്ല ഭംഗി. പക്ഷെ ഇത് ഈ മഴ ഉള്ളതുകൊണ്ട് ഈ മഴേൻ്റെ ഒരു വൈബുള്ള ഒരു റൂട്ട്. അല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. മനസ്സിലായ? ആ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നീ ആ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ ഒരു വെള്ള കളർ പുക പോലെ കോടമഞ്ഞാണത്. ഞാനിപ്പോൾ ക്യാമറ ഡ്രൈവ് ചെയ്യായതുകൊണ്ട് ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചതാ. അപ്പോൾ അത് ഞാൻ ഡ്രൈവ് ചെയ്യും ക്യാമറ ഹാൻഡിലിങ് കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വൈബൊക്കെ കാണിച്ചു തന്നേനെ. ആ ഒരു പുകമറ, അതായത് കോടമഞ്ഞ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് പോകലാണെന്ന് തോന്നുന്നു. ഇതിപ്പം ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ചിമ്മിണി ഡാമിലേക്ക്. നമ്മൾ പോകുന്നത് കാരിക്കുളം, ചൊക്കന, കാനാറ്റുപാടം അങ്ങനെയൊക്കെയുള്ള ആ ഒരു റൂട്ടിലാണ് പോകുന്നത്. അത് നമ്മൾ തിരിച്ചങ്ങനെ കയറിപ്പോകും. ചിമ്മിണി ഡാം സ്ട്രൈറ്റ്, ചൊക്കന ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. ചിമ്മിണി ഡാം സ്ട്രൈറ്റ്, ചൊക്കന 10 കിലോമീറ്റർ റൈറ്റ്, വെള്ളികുളങ്ങര റൈറ്റാണ്, കോടാലി റൈറ്റാണ്. അപ്പം നമുക്ക് പോകേണ്ടത് ചൊക്കന വെള്ളികുളങ്ങര കോടാലി റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് റൈറ്റ്. നേരെ പോകുന്നത് ചിമ്മിണി ഡാമിലേക്ക് കേട്ടോ. നമ്മളിനി പിന്നീട് ഒരവസരത്തിൽ എന്താ പറയുക ചിമ്മിണി ഡാമിലേക്ക് പോകും. അന്ന് നമ്മൾ ഡാമൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്ത് വരും. ഇപ്പം നമുക്ക് ചൊക്കന ആ റൂട്ടിലങ്ങ് പോവാം. അതെ, ഇപ്പൊ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് പാലപ്പള്ളി റബ്ബർ ഫാക്ടറിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല മഴയും ഈ റൂട്ടിൽ ഞാൻ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. ഈ നമ്മളെ എന്താ പറയാ ഇവിടെ ചിമ്മിണി ഡാമിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ റൂട്ട് ഇങ്ങോട്ട് ഈ റൈറ്റ് കയറിയിട്ട് ഇങ്ങനെ പാലപ്പള്ളി ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്.
ഞാൻ മാപ്പ് നോക്കിയിരുന്ന് അങ്ങനെ റൂട്ടൊക്കെ നോക്കി അങ്ങനെ അങ്ങോട്ട് വന്നതാ. 2 സൈഡ് റബ്ബർ എസ്റ്റേറ്റ് ആട്ടോ. ഇവിടെ അധികം വീടുകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അധികം വീടുകളൊന്നും ഇല്ല. നല്ല മഴയാണല്ലോ അക്ഷര. ചെറിയ ചെറിയ ഈ എന്താ പറയാ, ഈ റൈറ്റ് സൈഡില് എന്താ പറയാ, നമ്മളെ ഈ റബ്ബർ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഈ വന്യമൃഗങ്ങൾ വരുന്ന സമയത്ത് ഈ ഇതുപോലെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവർക്കതൊരു എന്താ പറയാ, ഒരു റിസ്ക് തന്നെയാണ് വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ രാത്രി. എന്താ ഇവിടെ മാപ്പ് പാലപ്പള്ളി എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ചൊക്കന ഇടാം മാപ്പ്. തന്നെയാണ് പാലപ്പള്ളി പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. പാലപ്പള്ളി വെള്ളികുളങ്ങര റോഡാണ്. ആ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചൊക്കനയ്ക്കാണ് ഞാൻ മാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ചൊക്കന അവിടെ ഒരു എന്താ പറയാ, ഒരു തൂക്കുപാലുണ്ട് ചൊക്കനയിൽ. ഞാൻ മുമ്പൊരിക്കൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ പോയ റൂട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ അവിടെ ഒരു തൂക്കുപാലുണ്ട്. ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് അവിടെ ഒരു തൂക്കുപാലുണ്ട്. അത് നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ, യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ട് അവിടേക്ക് പോകുന്ന റൂട്ട്, ആ തൂക്കുപാലൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ ആ തൂക്കുപാലം കാണാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഏകദേശം ഇരുടായി തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഈ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്യാം. കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ. കോടമഞ്ഞ് ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടോ താഴെ കൂടി. ഇതിലെ പോവൂലേ കാറ്? ആ പോവും. ചെറിയൊരു വഴി കേട്ടോ, ചെറിയൊരു എന്താ പറയാ, പുഴയാണ്. ഇതുണ്ടോ പുഴയാണ് താഴെ കൂടെ ഒഴുകുന്നത്. ചെറിയൊരു വഴിയാണ് കണ്ടോ. ഹാരിസൺസ് മലയാളത്തിന്റെ റബ്ബർ എസ്റ്റേറ്റ് ആട്ടോ ഇത്. കംപ്ലീറ്റ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രൈവറ്റ് പ്ലേസ് ആണ്, പ്രൈവറ്റ് റബ്ബർ എസ്റ്റേറ്റ് ആണ്. എന്തായാലും അടിപൊളി ഒരു യാത്ര കേട്ടോ. ഇതിൽ കൂടെ നമുക്ക് മഴക്കാലത്ത് വരികയാണെങ്കിൽ നല്ല രസമുണ്ട്. നമ്മൾ എന്താ പറയാ, ഒരു പ്രത്യേക ഫീല്. മഴ പിന്നെ കുറയുന്നൊന്നുമില്ല. കട്ടക്ക് മഴ കുറയുന്നില്ല. മഴ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഞാൻ ഇതേപോലെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വണ്ടി എടുത്താൽ മഴ ഉണ്ടാവാറില്ല. ഇതിപ്പോ മഴ കുറയാതെ നിൽക്കുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതെ അമ്പ് ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ബോർഡ് ഉണ്ടല്ലോ അവിടെ എഴുതിയ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കന്നാറ്റുപാടം. കന്നാറ്റുപാടാന്ന് തോന്നുന്നു. ലെഫ്റ്റ് ഒരു സ്കൂൾ കിട്ടും, അവിടെ ഹയർ സെക്കൻഡറി സ്കൂള്. കന്നാറ്റുപാടം ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഇവിടെ. ആഹാ, ഇത്രയും ഈ റബ്ബർ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ സ്കൂള് അല്ല, ഇവിടെ ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മള് റോഡിൽ കൂടി പോകുമ്പോൾ നമ്മൾ കാണാനില്ല. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഇവിടെ കന്നാറ്റുപാടം. രാത്രി ഈ റൂട്ട് കുറച്ച് റിസ്ക് ആട്ടോ. കുറച്ച് റിസ്ക് മീൻസ് രാത്രി ഈ റൂട്ടിൽ വരുമ്പം ചിലപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതില്ല അല്ലേ? ഇല്ലാതില്ല. ഇവിടെ ഒരു ബസാറാണ്. സ്ഥലം ഒരു പേര് കണ്ടില്ല. കന്നാട്ടുപാടം ബസാറാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. മഴ കണ്ട മക്കളെ, നന്നായിട്ട് അത്യാവശ്യം മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നുണ്ട്. അത് പശുവാണ്, പശു ഇവിടെയുള്ള ആളുകള് വളർത്തുന്ന പശുവാണ്. റോട്ടിൽ നിൽക്കുന്നുണ്ട് പശു.
എന്താ പറയാ, കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡാട്ടോ. അത്ര വലിയ കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല റോഡാണ്. വീതി കുറവാണ്, പക്ഷെങ്കിൽ റോഡിലങ്ങനെ കുണ്ടും കുഴിയൊന്നുമില്ല. കോടമഞ്ഞ് ഇറങ്ങിയിട്ട് കേട്ടോ, കോടമഞ്ഞ് സൈഡിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇതിപ്പോ നമ്മള് മഴയില്ലാത്ത സമയത്ത് പകലൊക്കെ ആണെങ്കിലുണ്ട്. മഴയില്ലാത്ത സമയത്ത് പകൽ സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് നിന്നുള്ള കാഴ്ചകൾ ഒക്കെ കാണാനുണ്ട്. ചെറിയ ഈ പുഴേന്റെ വ്യൂ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫ്രണ്ട്സ്, പിന്നെ ഒരു കാര്യം പറയാൻ പറ്റൂ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിപ്പോ കൊറേ ദൂരം ബ്രസലിന്റെ ഉള്ളിൽ കൂടി വന്നില്ലേ. നോക്കി മഴ അല്ല, ഇത് പുഴ ഒഴുകുന്നതാണ്, നല്ല കുത്തി കളിച്ച് ഒഴുകുന്നത്. അവിടെ എന്താ കൃഷിയാട്ടോ ഇവിടെ? വണ്ടി വേക്കലുണ്ടായിക്കോട്ടെ. ദൂരായിട്ട് നമുക്കൊരു കരോല് കാണുന്നുണ്ടോ? എവിടെ പോയി? ചെറുതായിട്ട് അവിടെ കുറച്ച് കാട്ടുപോത്തുകളുണ്ട്, ഒരു മൂന്നാളുണ്ട്. പക്ഷെ വീഡിയോയിൽ ഇത് എനിക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ദൂരെ കാട്ടുപോത്തിനെ കണ്ടോ? അത് കാട്ടുപോത്തുകളാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ തീരാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.